ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. തിരുവനന്തപുരത്ത് നിന്ന് മൂകാംബികയിലേക്കാണ് യാത്ര പോകുന്നത്. തിരുവനന്തപുരം നോർത്ത്, അതായത് കൊച്ചുവേളിയിൽ നിന്ന് പോർബന്തറിലേക്കുള്ള പോർബന്തർ സൂപ്പർ ഫാസ്റ്റ് വീക്ക്ലി എക്സ്പ്രസ്സിലാണ് യാത്ര. രാവിലെ 11:15 ട്രെയിന് പുറപ്പെടേണ്ടിയിരുന്നത്. കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു. എത്തേണ്ടിയിരുന്നത് ഞങ്ങൾക്ക് ഉടുപ്പിയിലാണ് ഇറങ്ങേണ്ടത്. രാത്രി 11:30 ട്രെയിൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ടിക്കറ്റ് കിട്ടിയത്. ഇത്ര തിരക്ക് സാധാരണ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും അതായത് നവരാത്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന. ആ ഒരു സമയത്തായിരുന്നു യാത്ര ചെയ്തത്. ഒരുപാട് ഈ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ട്രെയിൻ മുഴുവനും. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ തേർഡ് AC ആയിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. അപ്പോഴേക്കും ഞങ്ങൾ ഒന്ന് സീറ്റൊക്കെ കണ്ടുപിടിച്ചു. അപ്പോഴേക്കും മോന് മുകളിൽ കയറണം. അങ്ങനെ പിള്ളേർക്ക് ട്രെയിനിൽ കയറുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. എല്ലാവരും ഒന്ന് സെറ്റിലായിട്ടോ സീറ്റിൽ. ഇത് പ്ലാൻ ചെയ്ത് വെച്ച് വ്ളോഗ് എടുത്തതല്ല, വെറുതെ ഫോണിൽ റാൻഡമായിട്ട് കുറച്ച് വിഷ്വൽസ് ഷൂട്ട് ചെയ്തത്. ആ വിഷ്വൽസ് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു വ്ളോഗാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഒരു മെമ്മറി ആണല്ലോ എന്ന് വിചാരിച്ചു. ഈ മൂകാംബികയിലേക്ക് പോകുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ യാത്ര തന്നെ സുഖം. കാരണം നമുക്കധികം ക്ഷീണം ഉണ്ടാവില്ല. സുഖമായിട്ട് നമുക്ക് അവിടെ അമ്പലത്തിൽ എത്തി തൊഴാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. നേരം പുലരുമ്പോഴേക്കും, രാത്രിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നേരം പുലരുമ്പോഴേക്കും നമുക്കവിടെ എത്താം. പക്ഷേ ഞങ്ങൾ ഡേ ട്രാവലായിരുന്നു. പിന്നെ ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു ട്രാവൽ ചെയ്യാൻ. അപ്പോൾ നമുക്കതനുസരിച്ചിട്ടുള്ള എക്സ്പെൻസ് ഇച്ചിരി കൂടുതലാകും. ബൈ റോഡ് പോവുകയാണെങ്കിൽ ഇത്ര എക്സ്പെൻസ് ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങൾ പോകുന്ന സമയത്ത് റോഡ് പണി നടക്കുമായിരുന്നു. അപ്പോൾ ഒത്തിരി സമയം പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രെയിനിൽ യാത്ര ആക്കാമെന്ന് വെച്ചത്. ഞാൻ ഈ തേർഡ് ACയിൽ നമുക്ക് പില്ലോ, ബെഡ്ഷീറ്റ് അങ്ങനത്തെ എല്ലാം തരുന്നുണ്ട്. പക്ഷേ ഒന്നും അത്ര നീറ്റൊന്നും ആയിരുന്നില്ല കേട്ടോ. അതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങൾ നൈറ്റ് എത്തുമല്ലോ എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു വൈകിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തണുപ്പ് കാരണം അവസാനം ഇതെല്ലാം ഇടിക്കേണ്ടി വന്നു. പക്ഷേ ഭയങ്കര വിഷമം തോന്നി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്യാഷൊക്കെ കൊടുത്ത് ട്രാവൽ ചെയ്യുമ്പോഴേ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഒരു നീറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണല്ലോ. പിന്നെ ഞാൻ ഈ ടോയ്ലറ്റൊന്നും ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഷൂട്ട് ചെയ്യാനേ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയും സമയം ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പോൾ ടോയ്ലറ്റിലൊന്നും പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ബേസിക്കായിട്ടുള്ള ഒരു വൃത്തി ഉറപ്പാക്കുക എന്നുള്ളത് നമ്മുടെ റെയിൽവേയുടെ നമ്മൾ എത്രയൊക്കെ പരാതി പറഞ്ഞിട്ട് ഇതൊന്നും മാറുന്നില്ലെന്ന് ആലോചിക്കുന്ന സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട്. പിന്നെ മൂകാംബികയിലേക്ക് പോകുമ്പോഴേ ബൈന്ദൂറിൽ ഇറങ്ങിയിട്ടാണ് പോകേണ്ടത്. ബൈന്ദൂറിൽ ഇറങ്ങിയാലും നമ്മൾ അവിടെ നിന്ന് ടാക്സിയിലോ ബസ്സിലോ ഒക്കെ പോകേണ്ടി വരും. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ട്രെയിനുകൾക്ക് ബൈന്ദൂറിൽ സ്റ്റോപ്പുണ്ട്. പക്ഷേ ഞങ്ങൾ പോയ ട്രെയിനിന് ബൈന്ദൂറിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉടുപ്പിയിൽ പോയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് അവൈലബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ബൈന്ദൂറിൽ സ്റ്റോപ്പുള്ള ട്രെയിനാണോ എന്നൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്യുക. ആ ട്രെയിനിന് ടിക്കറ്റ് എടുക്കുക. അതാണെങ്കിൽ ഒരുപാട് ടൈം സേവ് ചെയ്യാനും പറ്റും. കാരണം നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറയ്ക്കാനും പറ്റും. കാരണം നമ്മൾ ഉടുപ്പിയിലൊക്കെ ഇറങ്ങിയിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് കാറിനൊക്കെയാണ് പോയത്. അതിന് ഒത്തിരി എക്സ്പെൻസ് നമുക്ക് ആവുകയും ചെയ്തു. ബൈന്ദൂറിലാണെങ്കിൽ നമുക്ക് ബസ്സിന് കയറി പോകാം. പകൽ സമയമാണെങ്കിൽ നമുക്ക് ബസ് കിട്ടും. ഇതിപ്പോൾ വൈകിട്ടായി കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരുന്നു. കാരണം 11:15 ട്രെയിൻ. അപ്പോൾ ഒരുപാട് നേരത്തെ ഒന്നും വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ എടുത്തിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു, ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഇതിപ്പോൾ രാത്രിയായിട്ടോ. എല്ലാവരും ഷീറ്റൊക്കെ എടുത്ത് പുതച്ച്, എടുക്കില്ല എന്ന് വിചാരിച്ച ഷീറ്റ് വരെ എടുത്ത് പുതച്ച് എല്ലാവരും ഉറങ്ങി. ആദ്യമൊക്കെ ട്രെയിൻ ഓൺ ടൈമായിരുന്നു. പക്ഷേ പിന്നീടായപ്പോൾ ട്രെയിൻ പലയിടത്തും പിടിച്ചിടുന്നുണ്ടായിരുന്നു. 11:36 ട്രെയിനിൻ്റെ റീച്ചിങ് ടൈം. പക്ഷെ ഞങ്ങൾ ഉടുപ്പി എത്തിയപ്പോൾ ഏതാണ്ട് 1 മണിയായി. അവിടെ നിന്ന് പിന്നീട് ഒരു ടാക്സിയിലാണ് ഞങ്ങൾ മൂകാംബികയിലേക്ക് പോയത്. മൂകാംബികയിലെ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.